നമസ്കാരം. കേരളത്തിലെ നിയമസഭാ കയ്യാങ്കളി ആരും മറന്നിട്ടുണ്ടാവാൻ ഇടയില്ല. കാരണം ഇടയ്ക്കിടെ ഇന്റർനെറ്റിൽ ട്രെൻഡിങ്ങിൽ വരുന്ന ഒരു വീഡിയോയാണിത്. ഇതിന് തൊട്ട് പിന്നാലെ ഇപ്പോഴിതാ അങ്ങനെ ഇന്റർനെറ്റ് ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. നമ്മുടെ രാജ്യത്തല്ല, മാലിദ്വീപിലാണ്. മാലിദ്വീപിലെ പാർലമെന്റിലാണ് നിലവിൽ കൂട്ടയടി നടന്നിരിക്കുന്നത്. മുഹമ്മദ് മൊയ്സുവിന്റെ മന്ത്രിസഭയെ തീരുമാനിക്കാനുള്ള നിർണായക വോട്ടെടുപ്പിന് മുന്നോടിയായാണ് പാർലമെന്റിൽ കൂട്ടയടി നടന്നിരിക്കുന്നത്. പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലിദ്വീപും പീപ്പിൾസ് നാഷണൽ കോൺഗ്രസിലുമുള്ള എംപിമാർ തമ്മിലാണ് വലിയ അടി പൊട്ടിയിരിക്കുന്നത്. പാർലമെന്റ് നടപടികളും സഭാ സ്പീക്കറുടെ പ്രവർത്തനവും ഉൾപ്പെടെ ഇവർ തടസ്സപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വലിയ രീതിയിൽ ട്രെൻഡിംഗ് ആയി വരുന്നുണ്ട്. ചില ഭരണകക്ഷി എംപിമാർ തന്നെ സ്പീക്കറുടെ കസേരയ്ക്ക് സമീപം വന്ന് പ്രതിഷേധിക്കുന്നതും കാണാം. മിക്ക എംപിമാർക്കും കാര്യമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരാളുടെ തല പൊട്ടി എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും മാലിദ്വീപിന്റെ അവസ്ഥയും രാഷ്ട്രീയ പ്രക്ഷുബ്ധതയും ഒക്കെ നെറ്റിസൺമാർ ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്. നമുക്കറിയാം, വിദേശ നയത്തിൽ മാലിദ്വീപ് വരുത്തിയ ഒരു മാറ്റം അത് പ്രതിപക്ഷ പാർട്ടികളിൽ വലിയ വിമർശനത്തിന് ഇടവച്ചിരുന്നു. മാലിദ്വീപ് ഒരിക്കലും രാജ്യത്തിന്റെ ഏറ്റവും ദീർഘകാല സഖ്യകക്ഷിയെ അകറ്റരുത്, അത് രാജ്യത്തിന്റെ വികസനത്തെ ബാധിക്കുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ ഇതിനു മുൻപ് ആരോപിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ പാർലമെന്റിൽ ഈ ഒരു അടി നടന്നിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഇതിന്റെ ദൃശ്യങ്ങൾ വൈറലാണ്. പ്രേക്ഷകർക്ക് കാണാനായി ഈ വീഡിയോ ദൃശ്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.